ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ നോമ്പിൻ്റെ പണികളൊക്കെ വേഗം സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. ഫസ്റ്റ് തന്നെ നമ്മൾ എണ്ണക്കടിക്ക് വേണ്ടിയിട്ട് ഈത്തപ്പഴം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതിനുള്ള മാവ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നും നമ്മൾ പഴമല്ലേ പൊരിക്കല്. അപ്പോൾ ഇന്ന് നമ്മൾ ഈത്തപ്പഴം ഒന്ന് പൊരിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതൊന്ന് ആദ്യം പൊരിച്ചെടുക്കട്ടെ. ഓരോന്നായിട്ടാണ് പൊരിച്ചെടുക്കുക കേട്ടോ. ഞങ്ങളിങ്ങനെ ചക്കൊക്കെ വെച്ചിട്ട് ചെയ്യലുണ്ട് കേട്ടോ. ചക്ക അങ്ങനെ പൊരിയായിട്ട് എടുക്കലുണ്ട്. അതേപോലെ പഴം, ഈത്തപ്പഴം അങ്ങനെയൊക്കെ വെച്ചിട്ട് ഞങ്ങൾ ചെയ്യലുണ്ട്. എന്നിപ്പോൾ നമ്മൾ പഴം ഒക്കെയല്ലേ പൊരിക്കില്ല. അപ്പം ഇങ്ങനെ കുറച്ചിങ്ങനെ വെറൈറ്റി ആയിക്കോട്ടെ വിചാരിച്ചിട്ട് നമ്മളിങ്ങനെ ഈത്തപ്പഴമൊക്കെ പൊരിക്കലുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈത്തപ്പഴം പൊരിച്ചെടുക്കുന്നതൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിന് ശേഷം നെക്സ്റ്റ് എണ്ണക്കടി നമുക്ക് പൊരിച്ചെടുക്കാം. കോളിഫ്ലവർ ഒന്ന് പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം അതൊക്കെ ഓരോന്നായിട്ട് പൊരിച്ചെടുക്കട്ടെ. അപ്പോൾ നമ്മുടെ കോളിഫ്ലവർ നമ്മൾ ഫ്രൈ ചെയ്തെടുത്തത് ഫുള്ളും കംപ്ലീറ്റ് നമ്മുടെ കഴിഞ്ഞു കേട്ടോ. ഒക്കെ ഫ്രൈ ചെയ്തെടുത്തു. ഇപ്പോൾ നമ്മൾ മന്തിക്കുള്ള മന്തി റൈസ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെക്കാൻ കേട്ടോ. അപ്പോൾ അത് അരമണിക്കൂറൊന്ന് വെള്ളത്തിൽ കുതിർത്തി വെക്കണം. അപ്പോൾ അത് അവിടെ കിടന്നിട്ടൊന്ന് കുതിരട്ടെ. അതിന് ശേഷം നമുക്ക് മന്തി സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ മന്തി ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ നമ്മൾ ക്യാപ്സിക്കം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. മന്തിക്കുള്ള ചിക്കൻ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ നമ്മൾ ചെറിയ ജീരകം പൊടിച്ചത് അങ്ങനെ ഇടുകയാണ് കേട്ടോ. കുരുമുളക് പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ, 1 ടീസ്പൂണ്. അതേ അളവിൽ തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ. അതിനുശേഷം നമ്മുടെ മാഗി ക്യൂബ് ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മുടെ മാഗി ക്യൂബൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ മല്ലിയില, പുതിനയില കുറച്ചിട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ ക്യാപ്സിക്കം അരിഞ്ഞു വെച്ചത് കുറച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മുടെ പട്ട ഇട്ട് കൊടുക്കാം. കറിയാമ്പൂ, കുരുമുളക്, ഏലക്കായൊക്കെ ഇട്ട് കൊടുക്കാം. പിന്നെ 3 പച്ചമുളക് അങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് കുറച്ച് കളറ് ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് കളറും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ ഓയിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഓയിൽ കുറച്ച് കൂടുതൽ ഒഴിക്കുക കേട്ടോ. നമ്മളിനി റൈസിനൊന്നും ഓയിലും കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ല, നെയ്യൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മുടെ മാഗി ക്യൂബിൽ തന്നെ ഉപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. അത് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ നമ്മൾ ചേർത്ത് കൊടുക്കണം. പിന്നെ ഇത് നമ്മുടെ ഇതൊക്കെ ഒന്ന് സെറ്റായി വരണമെങ്കിൽ 1 മണിക്കൂറൊന്ന് ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. അതിന് ശേഷം നമുക്ക് കുക്ക് ചെയ്യാം. റൈസ് ഒന്ന് വെള്ളം വാരാൻ വേണ്ടിയിട്ട് വെക്കണം കേട്ടോ. പുറത്തുനിന്നൊക്കെ മേടിച്ച് കഴിക്കുക എന്നല്ലാതെ വീട്ടിൽ നമ്മൾ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ അതെന്താവും എന്നറിയില്ല. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ മന്തി റൈസ് ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ ചിക്കനൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ടൈമിൽ നമ്മൾ മന്തി റൈസിനുള്ളത് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ പട്ടയും കറിയാമ്പും പിന്നെ നമ്മുടെ നാരങ്ങ ഉണങ്ങിയതൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അതിന് ശേഷം നമ്മൾ കഴുകി വെച്ച റൈസ് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അരിയൊക്കെ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. പിന്നെ അതിന് ശേഷം കുറച്ച് ഓയിൽ നമ്മൾക്ക് അതിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഈ ചോറൊക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഓയിലൊന്ന് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ റൈസ് വേവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് വെന്ത് വരട്ടെ. അതിന് ശേഷം പിന്നെ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ച ചിക്കനൊക്കെ എടുത്ത് പിന്നെ നമ്മളത് കുക്കറിൽ പാചകം ചെയ്തെടുക്കാമെന്നാട്ടോ വിചാരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ പാത്രത്തിൽ നിന്ന് കുക്കറിലേക്കൊക്കെ മാറ്റി കുക്കറൊക്കെ നമ്മൾ അടുപ്പത്ത് വെച്ചു കേട്ടോ. അപ്പം അതിൽ നമ്മൾ വേറെ വെള്ളവും കാര്യങ്ങളൊന്നും ഇതിൽ ആഡ് ചെയ്യുന്നില്ല കേട്ടോ.
അപ്പോൾ അതങ്ങനെ കുക്കറിലേക്ക് വെച്ചു. നമ്മുടെ മന്തി റൈസ് ഇവിടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ മന്തിയുടെ ചിക്കനും ഇവിടെ നമ്മൾ കുക്കറിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡി ആവട്ടെ. മന്തിക്ക് വേണ്ടിയിട്ട് ചമ്മന്തി ആ ടൈമിൽ ഒന്ന് നേരാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പച്ചമുളകും മല്ലിയിലയും പിന്നെ തക്കാളിയൊക്കെ ഇട്ടിട്ട് ഒന്ന് നമ്മൾ അടിച്ചെടുക്കണം കേട്ടോ. ഒന്ന് നന്നായിട്ട് അരയരുത്, ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാം. അതിന് ശേഷം പിന്നെ നമുക്ക് മയോണൈസ് തയ്യാറാക്കണം കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ചിട്ട് സെറ്റാക്കിയിട്ട് വരാം. നമുക്ക് അതിലേക്ക് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് ആയി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അതിലേക്ക് ദം ചെയ്യാൻ വേണ്ടിയിട്ട് റൈസൊക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മുടെ ചിക്കൻ്റെ ആ ഗ്രേവി ഒന്ന് കുറച്ച് ഇതിൻ്റെ മേലേക്ക് അങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മുടെ പച്ചമുളകൊക്കെ ഒന്ന് നമുക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം കേട്ടോ. അങ്ങനെ അത് ദമ്മിടാണ്, അടച്ച് വയ്ക്കാം. അപ്പോൾ നമ്മൾ മയോണൈസ് ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ 2 മുട്ട പൊട്ടിച്ച് ഒഴിക്കുകയാണ്. നമ്മൾ നമ്മുടെ കോഴിമുട്ടയൊക്കെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് വെളുത്തുള്ളിയും ഉപ്പും പഞ്ചസാരയും ഓയിലൊക്കെ ചേർത്ത് വിനീഗറൊക്കെ ചേർത്ത് നന്നായിട്ട് നല്ല തിക്ക് രൂപത്തിൽ അങ്ങോട്ട് അടിച്ചെടുത്തു കേട്ടോ. അപ്പോൾ നല്ലൊരു ഹോം മെയ്ഡ് മയോണൈസും കൂടിയാണ്. അപ്പോൾ നമ്മുടെ മന്തിയൊക്കെ ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അതൊന്ന് സ്മോക്ക് ചെയ്യാൻ വെക്കണം. അപ്പോൾ അതൊക്കെ ഒന്ന് സ്മോക്ക് ചെയ്യാൻ വെക്കട്ടെ. അപ്പോഴേക്കും നമ്മുടെ ബാങ്ക് കൊടുക്കുന്ന ടൈമായപ്പോൾ നമ്മളെല്ലാം ടേബിളിൽ സെറ്റാക്കി വെച്ചു കേട്ടോ. അങ്ങനെ ബാങ്ക് കൊടുത്തു, എല്ലാവരും കൂടി ഇരുന്ന് നോമ്പ് തുറക്കുകയാണ് കേട്ടോ. അതിന് ശേഷം പിന്നെ നമ്മൾ മന്തിയൊക്കെ കഴിച്ചു. സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു.